ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ സാധാരണ ബോട്ടിലാട്ടൊക്കെയാണ് കുറച്ച് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കൊന്ന് വ്യത്യസ്തമായിട്ട് ബോട്ടിൽ മാത്രമല്ല ബോട്ടിലിൻ്റെ ക്യാപ്പ് വെച്ചിട്ടും ആർട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് നോക്കാം കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് പോലെ ബോട്ടിൽ ക്യാപ്പ് വെച്ചിട്ടാണ് ഒരു ആർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ബോട്ടിലിൻ്റെ ക്യാപ്പുകളും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ അവിടെ കുറേ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്പുകളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്യാപ്പിലാണ് ഇന്ന് ചെയ്യുന്നത്. ഇത് കുറച്ച് വലുതാണ്, അപ്പോൾ നമുക്ക് വീഡിയോയിൽ കുറച്ചുകൂടി എടുത്ത് കാണും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊരു കെച്ചപ്പിൻ്റെ ബോട്ടിലാണ് കണ്ടോ. അപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം, ഓപ്പൺ ചെയ്യുന്നതായതുകൊണ്ട്. അപ്പോൾ നമുക്ക് സാധാരണ വേറെ എന്തെങ്കിലും ആട്ടാണ് ഫ്രിഡ്ജിന്മേലല്ല വെക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു വർക്ക് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല, ജസ്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇതിനെ അങ്ങ് ഫിക്സ് ചെയ്യാണ്. ഈ ഓപ്പൺ ചെയ്യണ സംഭവം വേണ്ട, നമുക്ക് ഫിക്സ് ചെയ്യണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെ നമ്മൾ കബോർഡുമിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നതിന് ഇതിൻ്റെ ഉള്ളിൽ മിററൊക്കെ വെച്ച് കൊടുത്തിട്ടോ വേറെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ വേറൊരു ഫ്രെയിം കാണുന്ന പോലെയൊക്കെ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ നോക്കാം. ഇപ്പോൾ ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങട്ടെ. നമ്മൾ ക്വിക്ക് ഫിക്സ് ആണ് വെച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഹാർഡ് ഗ്ലൂ വെക്കാം, ഗ്ലൂ ഗൺ വെക്കാം, എന്ത് വേണമെങ്കിൽ വെക്കാം കേട്ടോ. പെട്ടെന്ന് ഉണങ്ങി കിട്ടിക്കോളും, ഒരു 2 സെക്കൻഡ് കൊണ്ട് ഉണങ്ങി കിട്ടിക്കോളും. ഇനി നമുക്ക് ഫ്രിഡ്ജ് മാഗ്നറ്റ് ആയതുകൊണ്ട് മാഗ്നറ്റാണ് നമുക്ക് വേണ്ടത്. ഇത് ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് എന്തോ ഒരു ഇലക്ട്രോണിക്സിൻ്റെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ റൗണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മക്കളുടെയൊക്കെ വൈറ്റ് ബോർഡ് മായ്ക്കുന്ന ഇതില്ലേ, അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ റൗണ്ടിലുള്ള ഈ ഒരു മാഗ്നറ്റ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് എന്തെങ്കിലും മാഗ്നറ്റ് പീസ് കിട്ടും. പഴയ കേടായി പോയിട്ടുള്ള നമ്മുടെ എന്തെങ്കിലും ഇലക്ട്രോണിക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തായാലും മാഗ്നറ്റ് ഉണ്ടാവും. പിന്നെ ഒരു ചെറിയ പീസ് മാഗ്നറ്റ് എടുത്തിട്ട് നമുക്ക് ഈ ബോട്ടിലിൻ്റെ ക്യാപ്പിൻ്റെ ഉള്ളിൽ കൊള്ളുന്ന ഒരു പീസ് ഓഫ് മാഗ്നറ്റ് എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വലുതാണ്, നമുക്ക് കട്ട് ചെയ്യാൻ കുറച്ച് കഴിയുമ്പോൾ. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ഷീറ്റാണ്, പ്ലാസ്റ്റിക് ഷീറ്റാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ഷീറ്റ് മതി. തീരെ കീറിപ്പോകുന്ന ടൈപ്പ് ഷീറ്റ് ആവരുത്, എന്നാൽ ഒരുപാട് കട്ടിയാവരുത് കേട്ടോ. ഒരുപാട് കട്ടിയാവുമ്പോൾ എന്താ പ്രശ്നം ഉണ്ടാവുക വെച്ചാൽ നമ്മുടെ ഈ മാഗ്നറ്റിൻ്റെ ആ പവർ പുറത്തോട്ട് വരില്ല, അതാണ് പ്രശ്നം. ഒരുപാട് തിന്നായി കഴിഞ്ഞാൽ പെട്ടെന്ന് കീറിപ്പോവും. അപ്പോൾ അത്ര തിന്നാവരുത്, അതിൻ്റെ തൊട്ട് മുന്നിൽ നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ നമുക്ക് എടുക്കണം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് നമ്മുടെ മാഗ്നറ്റ് സ്റ്റിക്ക് ചെയ്യാണ് വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ മാഗ്നറ്റ് കുറച്ച് വലുതായിരുന്നു, അപ്പോൾ ഞാനൊന്ന് ഹാമർ വെച്ച് അതിനെ ഒന്ന് പൊട്ടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ചെറിയൊരു പീസ് മാഗ്നറ്റ് മതി, കുറച്ച് പൊട്ടിപ്പോയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇത് വെച്ചിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഈ ഷീറ്റിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യാം. എന്തെങ്കിലും ഹാർഡ് ഗ്ലൂവോ ഗ്ലൂ ഗണ്ണോ എന്താണെങ്കിൽ അത് അപ്ലൈ ചെയ്യാം. ഫെവിക്കോള് നിൽക്കില്ല കേട്ടോ. അല്ലാത്ത ടൈപ്പ് ഗ്ലൂകൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഈ മാഗ്നറ്റ് ഒന്ന് അതുമ്മ ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ഈ ബോട്ടിലിൻ്റെ എടുത്തിട്ട് ബോട്ടിലിൻ്റെ ഈ അറ്റം ഉണ്ടല്ലോ, താഴെ മുട്ടി നിൽക്കുന്ന ആ ഭാഗം, അടിഭാഗം, അവിടെ നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ സ്റ്റിക്ക് ഗ്ലൂ കുറച്ച് ഹാർഡായിട്ടുണ്ട്, നോസിലിൽ കൂടെ വരാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഞാൻ എടുത്ത് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലൂ ഗൺ ആയാലും മതി, നമ്മളുടെ കയ്യിലുള്ള ഹാർഡ് ഗ്ലൂസ് എന്തായാലും ഫെവി ബോണ്ട്, ഗ്ലൂ ഗൺ, സ്റ്റിക്ക് ഫാസ്റ്റ്, ക്വിക്ക് ഫാസ്റ്റ് ഒക്കെ ഇല്ലേ, അങ്ങനത്തെയൊക്കെ ആണെങ്കിലും നന്നായിട്ട് പെട്ടെന്ന് ഒട്ടിക്കിട്ടും കേട്ടോ. നമ്മുടെ ഫെവിക്കോളൊക്കെ ആണെങ്കിൽ കുറേ സമയം എടുക്കും ഒട്ടി കിട്ടാനായിട്ട്. പിന്നെ ചിലപ്പോൾ അത് ഷീറ്റ് ആയതുകൊണ്ട്, പ്ലാസ്റ്റിക് ആയതുകൊണ്ട് പൊട്ടി പോരാനുള്ള ചാൻസസും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മളെപ്പോഴും ഇങ്ങനത്തെ ഹാർഡ് ഗ്ലൂസ് യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ, ലാസ്റ്റ് ചെയ്യാനായിട്ട് നല്ലത് അതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു എൻഡിൽ ഇങ്ങനെ നമ്മൾ ഈ ഹാർഡ് ഗ്ലൂസ് അപ്ലൈ ചെയ്യാണ്. എന്നിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ മാഗ്നറ്റിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, ഒന്ന് വെച്ച് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഒട്ടിക്കോളും. നമ്മൾ ഹാർഡ് ഗ്ലൂസൊക്കെ യൂസ് ചെയ്യുന്നതിനും പെട്ടെന്ന് തന്നെ ഒട്ടിക്കോളും കേട്ടോ. ഈ ഷീറ്റിൻ്റെ മുകളിൽ നമ്മളങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം കേട്ടോ, ഇതൊന്ന് ഒട്ടിക്കോട്ടെ. അപ്പോൾ നമ്മുടെ ഇത് ഒട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പാകത്തിന് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ആ ഷീറ്റ് എക്സസ് ആയിട്ട് കാണാത്ത വിധത്തിൽ നല്ല ഭംഗിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം ഞാനിപ്പോൾ ഈ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് പിന്നെ ട്രിം ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിക്ക് ചെയ്തെടുത്തു. ഉണ്ടോ, നമ്മുടെ മാഗ്നറ്റ് ഇതിൻ്റെ ഉള്ളിൽ സ്റ്റിക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഡിസൈൻ ചെയ്തെടുക്കാം, എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതിനെ ഡിസൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്, ഞാനിപ്പോൾ ഈ ഒരു ലീഫ്ലെറ്റാണ് യൂസ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. ഒരു ഡെക്കോ പേജ് എഫക്റ്റ് പോലെയാണ് കൊടുക്കുന്നത്. പെയിൻറ്റിങ്ങും എല്ലാം ചെയ്യാം. അപ്പോൾ ഇപ്പോൾ പലരുടെ കയ്യിലും പെയിൻറ്റൊക്കെ കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് മാഗസീൻസോ ന്യൂസ് പേപ്പറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റായിട്ട് യൂസ് ചെയ്യുന്നത് കാരണം ഞാനിപ്പോൾ ഈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ പിക്ചേഴ്സാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നല്ല ഭംഗിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ.
ഫ്രൂട്ട്സിൻ്റെയൊക്കെ. അപ്പോൾ ഇവിടെ ഒരു ബാസ്ക്കറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ബാസ്ക്കറ്റ് വെച്ചിട്ട് അതിൽ നന്നായിട്ട് ഫ്രൂട്ട്സ് ഉള്ള ടൈപ്പിൽ കട്ട് ചെയ്തെടുക്കാനാണ് നോക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാതും നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യമുള്ള അത്രയും പിക്ചേഴ്സ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത പീസസ് നമ്മുടെ ഈ ബോട്ടിലിലോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം, എന്നിട്ട് നമുക്കിത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം എങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ നമ്മൾ നേരത്തെ വെച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പീസ് ഞാൻ ആദ്യം വെച്ച് നോക്കുകയാണ്, എന്നിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് കട്ട് ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് മാറ്റി വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്യാം. സ്റ്റിക്ക് ചെയ്യുന്നത് സാധാരണ പോലെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് വേണമെങ്കിൽ ഫെവിക്കോളോ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ ബോട്ടിലിൻ്റെ ക്യാപ്പുമ്മ ചെയ്തു, എന്നിട്ട് ഇത് സ്റ്റിക്ക് ചെയ്യാണ്. ഈ ഷീറ്റ് നമ്മൾ ഏകദേശം എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ സ്റ്റിക്ക് ചെയ്യണം. ഞാനിതിൻ്റെ ബാസ്ക്കറ്റ് ഭാഗം താഴത്തോട്ട് വരുന്ന വിധത്തിലാണ് ചെയ്യുന്നത്, ബാക്കി മുകളിലോട്ട്. എന്നിട്ട് നമുക്ക് ബാക്കിയെല്ലാം ഫില്ല് ചെയ്യാമല്ലോ. അപ്പോൾ നമ്മളിത് സ്റ്റിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ മുകളിൽ വരുന്ന ഭാഗത്ത് നമ്മൾ നന്നായിട്ട് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് താഴേക്ക് പിടിച്ചുകൊണ്ട് ഇങ്ങനെ പതുക്കെ താഴത്തോട്ടാക്കി കൊടുക്കണം. അപ്പോൾ താഴെ ഇത്തിരി ഗ്ലൂ ആയിട്ടില്ല, ഷീറ്റുമ്പം കൂടെ നമുക്ക് ആ താഴേക്കൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അടിഭാഗത്ത് ഷീറ്റിൻ്റെ, അതായത് നമ്മൾ കട്ട് ചെയ്ത പേപ്പറിൻ്റെ കേട്ടോ, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്നിട്ട് നമ്മൾ താഴോട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മുകൾ ഭാഗത്ത് ബബിൾസ് ഒന്നും ഇല്ലാതെ, അതുപോലെ തന്നെ ഫോൾഡിങ്സ് ഒന്നും ഇല്ലാതെ ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പതുക്കെ പിടിച്ചിങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ, അതായത് മടക്കുകളൊന്നും വീഴരുത് അതിൻ്റെ ഉള്ളിൽ, ചുളിവുകൾ വീഴരുത് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പതുക്കെ ഓരോ സൈഡ് മുകളിൽ നിന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് താഴത്തോട്ട്, ആ ഒരു വിധത്തിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോഴാണ് നമുക്ക് നല്ല നീറ്റും നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ പതുക്കെ ഓരോ സൈഡിൽ നിന്ന് മുകളിൽ നിന്ന് പ്രസ് ചെയ്ത് കൊണ്ടുവന്ന് താഴേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് സ്ലോലി കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ പ്രസ് ചെയ്തിട്ട് ഇതാക്കിയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ചും കൂടെ വേണ്ടതൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കുറച്ച് പീസസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ സ്റ്റിക്ക് ചെയ്യാണ്. അപ്പോൾ ഇനി സ്റ്റിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കട്ട് ചെയ്ത പേപ്പർ ഉണ്ടല്ലോ, ഈ പേപ്പറിൻ്റെ ബാക്ക് സൈഡിൽ വേണം കേട്ടോ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾക്ക് എവിടേക്കാണ് ഒട്ടേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല, അതുകൊണ്ടാണ്. എന്നിട്ട് നമുക്കിങ്ങനെ അതിനെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒട്ടിക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കണം എവിടേക്കാണ് വെക്കേണ്ടതെന്നൊന്ന് വെച്ച് നോക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിക്ക് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതും ഇതുപോലെ തന്നെ മുകളിൽ നിന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. മുകൾ ഭാഗത്ത് അവിടെയാണല്ലോ അധികം കാണുക, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് പിന്നെ വെച്ച് നോക്കണം, ഇതാണ് നമ്മൾ പറയുന്നത്. നേരത്തെ വെച്ച് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് മുകളിൽ നിന്ന് പ്രസ് ചെയ്തിട്ട് താഴോട്ട് ആക്കി അതിനെ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സൈഡുകളും എല്ലാതും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പെയിൻ്റൊക്കെ യൂസ് ചെയ്യാം, പക്ഷേ ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ പെയിൻറ്റിനേക്കാളും നല്ലത് ഇങ്ങനെ തന്നെ പല കളേഴ്സും പലതൊക്കെ ആയിട്ട് ഒട്ടിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള, ഇപ്പോൾ ഫ്രൂട്ട്സ് തന്നെ വേണമെന്നില്ല, എന്തെങ്കിലും പിക്ചേഴ്സോ ഫോട്ടോസോ അതൊക്കെ നമുക്ക് ഒട്ടിക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ തന്നെ എന്തെങ്കിലും പേപ്പറിൽ കളർ ചെയ്തിട്ട് അത് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒട്ടിക്കാം. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ ഒട്ടിക്കാനുള്ളതായതുകൊണ്ടാണ് ഈ ഒരു ഫ്രൂട്ട്സ് സെലക്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ സൈഡിലൊക്കെ ഇങ്ങനെ മടക്കുകളൊക്കെ ഉണ്ടെങ്കിൽ, ചുളിവുകളുണ്ടെങ്കിൽ നമുക്ക് നന്നായി പ്രസ് ചെയ്ത് ഒട്ടിക്കാം. അപ്പോൾ ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ അതാ നമ്മുടെ ഇത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിൽ മോഡ് പോജാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒരു ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ മോഡ് പോജ് ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഗ്ലൂവും വെള്ളവും കൂടെ 2:1 എന്ന റേഷ്യോയിൽ മിക്സ് ചെയ്തിട്ട് അത് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇതൊരു വാർണിഷിന് പകരമായിട്ട് ഒരു ഷൈനിങ്ങിന് വേണ്ടിയിട്ടും ഡെക്കോ പേജിൽ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഗ്ലൂ പോലെ യൂസ് ചെയ്യുന്നൊരു സംഭവം തന്നെയാണ് കേട്ടോ. വാർണിഷിനും ഗ്ലൂവിനും യൂസ് ചെയ്യുന്നതാണ്. എന്നിട്ട് അത് ഉണങ്ങാൻ വെച്ചു. ഇപ്പോൾ നമ്മളുടെ അത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്, കണ്ടോ, ഒരു ഗ്ലേസിങ് വന്ന് കണ്ടോ. അപ്പോൾ ഇതുപോലെ ഉണങ്ങി കഴിയുമ്പോൾ നല്ലൊരു ഗ്ലേസിങ് ആയിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് മാഗ്നറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജും ഒട്ടിച്ചിട്ട് എങ്ങനെയുണ്ടെന്നും കൂടെ ഒന്ന് നോക്കാം കേട്ടോ. അതാ നമ്മൾ ഫ്രിഡ്ജും ഒട്ടിക്കുകയാണ്.
ഫ്രിഡ്ജിന് ഒട്ടിക്കാൻ നമുക്ക്. കണ്ടോ, കുഴപ്പമില്ല അല്ലേ, നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് സൂം ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് കാണാം കേട്ടോ. ഇപ്പം ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് അത്ര മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ അതാ നമ്മുടെ ഫ്രിഡ്ജ് മാഗ്നറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റിൻ്റെ ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പുറത്തുനിന്ന് വെയിലടിക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് അത്രയും കൂടെ ക്ലിയർ ആവാത്ത, റിഫ്ലക്റ്റ് ചെയ്യാണ് ലൈറ്റ്. നല്ല രസമില്ലേ കാണാൻ. ഇങ്ങനെ സൈഡ് വ്യൂ ഒന്ന് എടുത്ത് കാണിച്ചു തരാം. കണ്ടോ, നോക്കൂ എത്ര രസമായിട്ടാണ് അവിടെ മാഗ്നറ്റ് ഇരിക്കുന്നതെന്ന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതുപോലെ തന്നെ ഫ്രൂട്ട്സ് തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഏത് പിക്ചേഴ്സും ഇതുപോലെ ക്യാപ്പും നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ബോട്ടിലായിട്ട് ചെയ്യുന്ന പോലെ നമുക്ക് ക്യാപ്പായിട്ടും കൂടെ ചെയ്യാം. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് ഫോട്ടോസ് എൻ്റെ ഫേസ്ബുക്ക് പേജിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിലോ ഒന്ന് ഷെയർ ചെയ്യണേ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അല്ലെങ്കിൽ സെയിം ആർച്ചൂസ് ടേസ്റ്റ് ആൻഡ് പാഷൻ എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ ബൈ.